പ്രളയ ശേഷം ജലകന്യ നല്ല സിനിമയാണ്. എന്ന് പറയുമ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പുറത്തിറക്കിയ പട്ടികജാതി പട്ടികവർഗ ശാക്തീകരണ സിനിമ. എനിക്കൊന്നും വിഷയത്തിൽ പട്ടികജാതി പട്ടികവർഗ ശാക്തീകരണമൊന്നും കണ്ടില്ല. പക്ഷേ എനിക്കൊന്ന് ക്രൂ മെമ്പേഴ്സ് ഒരു പക്ഷേ ഈ കാസ്റ്റിലുള്ളവരായിരിക്കാം. അവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ സഹായം ചെയ്ത് ഇറക്കിയ സിനിമയാണ്. നല്ലൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നന്മയുള്ള സിനിമ എന്നൊക്കെ പറയുന്ന ഒരു ഫിലിം എന്ന് പറയുമ്പോൾ 2018 പ്രളയവും അതിൽ അകപ്പെട്ടുപോയ ഒരു വീടും എന്ന് പറയുമ്പോൾ അതിൽ 3 കഥാപാത്രങ്ങളാണ് ഈ സിനിമ ഇവിടെ 95% കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ ആ ഒരു വീട്, ആ വീടിനകത്ത് ഉള്ള 3 പേര്, പ്രളയത്തിൽ എപ്പോൾ വേണോ ജീവൻ നഷ്ടപ്പെടാവുന്ന 3 പേര്. അതിൽ ആശാരവിന്ദ്, ഗോകുലൻ, പിന്നെ നമ്മളെ പഴയ ദൂരദർശനിൽ ആങ്കറായിട്ടും ഡബ്ബിംഗ് ആർട്ടിസ്റ്റൊക്കെ രഞ്ജിത്ത്, ഇവർ 3 പേരാണ് ചെയ്തേക്കുന്നത്. അതിൽ ആശാരവിന്ദിൻ്റെ ഭയങ്കര നല്ലൊരു പെർഫോമൻസ്, അതായത് ചെറിയ അമ്മ വേഷങ്ങളും ഡോക്ടർ വേഷങ്ങളിലൊക്കെ സിനിമയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഗോകുലൻ്റെ എനിക്കൊന്ന് ഇന്നോളം കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കഥാപാത്രമായിരിക്കും. ഇവർ 3 പേരും വച്ച് ഈ സിനിമയെ ഒരു 2 മണിക്കൂർ യാതൊരു ലാഗും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോയിട്ടുള്ള സിനിമ. ശരിക്കും ഇന്ന് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടക്കുന്നത്. 2018 പ്രളയം, അതിൽ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ എന്താണ് അതാണ് കാണിക്കുന്നത്. പിന്നെ അതിൽ കാണിക്കുന്നുണ്ട് അച്ഛനമ്മമാർ മക്കളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവസാനം വലുതാവുമ്പം പിന്നെ അവരെ നോക്കാൻ ആരുമില്ല. വയസ്സായവർ മാത്രം താമസിക്കുന്ന ഒരുപാട് വീട് നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് വീടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു വീട് ആണ് കാണിക്കുന്നത്. അവരുടെ സമ്പാദ്യവും സ്വത്തും മാത്രം മതി, പക്ഷെ അവരെ നോക്കാൻ ആളില്ല. അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ നമ്മുടെ നമ്മുടെ പ്രശസ്ത സംവിധായകൻ ലോഹിതദാസിൻ്റെ മകൻ ഹരീഷനാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഈ കൊടുംവേനലിലാണ് ഞാൻ തിയേറ്ററിനകത്ത് കയറിയത്. പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മൊത്തം മഴയാണ്. സിനിമയുടെ 100% പോർഷനും മഴയാണ്. അപ്പം അതിനകത്ത് ശരിക്കും ഞാൻ മഴ നനഞ്ഞ് ആ ഒരു തണുപ്പിൽ ഇരിക്കുന്ന ആ ഒരു ഫീല് സിനിമയാണ്. ശരിക്കും ഇങ്ങനെ യൂത്തിനെ കണക്റ്റ് ആവുന്നൊരു പണിയില്ല. പിന്നെ കാണാം, പക്ഷേ ഈ യൂത്തൊന്നും ഇമ്മാതിരി സിനിമകളൊന്നും കാണൂലല്ലോ. ഈ പറഞ്ഞ വെട്ടോ കുത്തോ കുറവാതെ അമ്മാതിരി സിനിമകളിൽ പോയി കാണുമല്ലോ. എന്നിട്ടല്ലേ അത് ജീവിതത്തിലൊക്കെ പലരും പകർത്തുന്നത്. അപ്പോൾ അവരൊന്നും ഈ സിനിമയ്ക്ക് കയറില്ല. ആകെ ഒരു 10 പേര് നല്ല സിനിമ അല്ലെങ്കിൽ ഒരു അവാർഡ് സിനിമ ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ്ലി ഇത് വന്ന് കാണും. പിന്നെ പട്ടികജാതി പട്ടികവർഗ ശാക്തീകരണം എന്ന സിനിമയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുള്ളവർ വന്ന് കാണണം എന്ന് തന്നെയാണ്. ആ ക്രൂ മെമ്പേഴ്സ് അവരാണെങ്കിൽ അവർ അത്ര ഭംഗിയായിട്ട് ഒരു അതിൻ്റെ ഒരു ഏരിയയിലും മോശം പറയല്ല. നല്ല പാട്ടുകളുണ്ട്, നല്ല പാടിയവരായാലും മ്യൂസിക് കൊടുത്തിട്ടുള്ളതായാലും എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലൊരു മെസ്സേജാണ് പറയുന്നത്. നല്ല മെസ്സേജ്, തീർച്ചയായിട്ടും മെസ്സേജ് ഉള്ള സിനിമയാണ്. മിക്കവാറും ഈ മുമ്പും ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഏറെ 1-2 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ കഥ നന്നായിട്ടാണ് അവർ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു സിനിമ, നല്ലൊരു യാതൊരു ലാഗും ഇല്ലാതെ ഒരു കൊടുത്ത പൈസക്ക് മുതലായി അതിലെക്കാട്ടി അതിലെക്കാട്ടിയും കൂടുതൽ മനസ്സറിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടിരുന്ന മുഴുവൻ പേരും അങ്ങനെ കൈയടിച്ചിട്ട് ഇറങ്ങി. നല്ലൊരു ഫിലിം.